ഹലോ മക്കളെ, മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിന്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ പഠിക്കാൻ പോണ പുതിയ ടോപ്പിക്കാണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. നമ്മൾ തൊട്ടു മുന്നേയുള്ള വീഡിയോയിൽ പഠിച്ചതാണ് എന്താണ് ടോർക്ക്. അതായത് ഒരു കോയിൽ, അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കോയിൽ, ഒരു കോയിലാണ്. ഈ കോയിലാണെങ്കിൽ എന്ത് ഷേപ്പ് ആയിക്കോട്ടെ, കോയിൽ എന്ത് ഷേപ്പ് ആയിക്കോട്ടെ, കോയിലിലൂടെ കറണ്ട് ഒഴുകുകയാണ്. ആ കോയിലിനെ ആണെങ്കിൽ നമ്മൾ എവിടെ കൊണ്ടുവെക്കാൻ പോവുകയാണ്? മാഗ്നറ്റിക് ഫീൽഡിൽ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായും ഈ കോയിൽ എന്ത് ആക്ട് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. നെറ്റ് ഫോഴ്സിന്റെ വാല്യൂ 0 ആണെങ്കിലും ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്ക് മൂലം ആര് തിരിയും? നമ്മുടെ ഈ കോയിൽ തിരിയും. സോ ഈ സെയിം പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോണത്. ഇവിടെ ഒരു കോയിലുണ്ട്, ഇവിടെ നിന്നുണ്ട് ഒരു കോയിലുണ്ട്. സോ ഈ കോയിൽ എവിടെ വെച്ചിരിക്കുന്നത്? എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കാൻ പോവുകയാണ്. സോ ഒരു കോയിലിനെ നിങ്ങൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുകയാണ്. അതിലൂടെ കറണ്ട് കടന്നു പോകണമെങ്കിൽ ഉറപ്പായും കോയിൽ എന്ത് ചെയ്യും? തിരിയും. സോ അതാണ് കോയിൽ മൂവ് ചെയ്യും, തിരിയും. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. കണ്ടോ, പേര് മനസ്സിലായോ? മൂവിങ് കോയിൽ. കോയിൽ മൂവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കറണ്ട് കടത്തി വിടുന്നുണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് കോയിൽ ഇരിക്കുന്നതെങ്കിൽ ഉറപ്പായും കോയിൽ ടേൺ ചെയ്യും, മൂവ് ചെയ്യും. സോ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററെ പറ്റിയാണ് പഠിക്കാൻ പോണത്. മക്കളെ, ഉറപ്പായിട്ടും ഇവിടെ എന്ത് വേണം? മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഭാഗം എന്തുമായിരിക്കും? കോയിലായിരിക്കും. ശരിയാണോ? സോ ഞാനൊരു കോയിൽ എടുക്കാൻ പോവുകയാണ്. സോ കോയിൽ എന്താ ഇങ്ങനെ വരച്ചേ? കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിൽ എന്ന് പറഞ്ഞ് നോക്ക്, ഞാനാണെങ്കിൽ ഒരു വയർ എടുക്കുകയാണ്. ഒരു വയർ എടുത്തു, ഇത് ചുറ്റാൻ പോവാണ്. ഇതിനകത്തോട്ട് ചുറ്റാൻ പോവാണ്. സോ ഒരു ടേൺ, 2 ടേൺ, 3 ടേൺ, അങ്ങനെ ചുറ്റി എടുത്തിരിക്കുകയാണ്. സോ എന്താണ്? കോയിലാണ്. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ അഗ്രഭാഗം എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. സോ കറണ്ട് ഇങ്ങനെ കയറുകയാണ്, കറണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. സോ എന്താണത്? ഇത് കോയിലാണ്, കറണ്ട് കടത്തിവിടുന്ന കോയിലാണ്. ഓക്കെ ആണോ? സോ ഇത് കോയിലാണ്. ഈ കോയിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം, കോയിൽ ഇങ്ങനെയും പറയാം. കോയിലാണെങ്കിൽ ആണോ ഇങ്ങനെ ചുറ്റെടുത്തിരിക്കുകയാണ്, കോയിൽ ഇങ്ങനെ ചുറ്റെടുത്തിരിക്കുകയാണ്. പറഞ്ഞൂടെ? 2 അഗ്രങ്ങളുണ്ട്, 2 അഗ്രങ്ങളുണ്ട്. ഇത് അഗ്രമാണ്, ഇത് വേറെ അഗ്രമാണ്. കറണ്ട് ഇങ്ങനെ കടത്തി വിടുകയാണ്. മനസ്സിലായോ? കോയിലാണ്. നിങ്ങൾ എങ്ങനെ നോക്കുന്നോ അതുപോലെ ഇരിക്കും. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനെ തിരിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? ഞാൻ വരച്ച കണക്ക് ഇങ്ങനെ ഇരിക്കും. സോ എന്താണ്? ബേസിക്കലി എന്താണ്? കമ്പി ചുറ്റാണ്. മനസ്സിലായോ? സോ കറണ്ട് വരുന്നു, കറണ്ട് ഇറങ്ങിപ്പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? കോയിൽ. എന്താണ്? കോയിലാണ്. സോ കറണ്ട് ഇങ്ങനെ കയറും, ഇങ്ങനെ ഇറങ്ങിപ്പോകും. എന്താണ്? കോയിലാണ്. മാറ്റിയെഴുതാൻ പോവാണ്. കോയിൽ. ഇത് കോയിലാണ്. ഈ കോയിൽ എവിടെ ഇരിക്കുന്നേ? അതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുകയാണ്. ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. ഉണ്ടോ? സർക്കുലർ ഷേപ്പിലെ ഒരു ബാർ മാഗ്നറ്റ് ആണ് ഇത്, നോർത്ത് സൗത്ത്. സോ ഈ മാഗ്നറ്റ് വിളിക്കുമ്പോഴാണ് റേഡിയൽ മാഗ്നറ്റ്. ഇത് വിളിക്കും റേഡിയൽ മാഗ്നറ്റ്. റേഡിയൽ മാഗ്നറ്റ്, റേഡിയൽ മാഗ്നറ്റ് ആണ്. കാര്യം ഇതിന് കർവേച്ചർ ഉണ്ട്. കേട്ടോ, ഇതിന് കർവേച്ചർ ഉണ്ട്. അതുകൊണ്ട് ഇത് മാഗ്നറ്റിക് ഫീൽഡ്സിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാക്കുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ്സ് ഇതിലൂടെ കടന്ന് ഇവിടെ എത്തിച്ചേരും. ഈ മാഗ്നറ്റിക് ഫീൽഡ്സ് എങ്ങനെയായിരിക്കും? ഇതിന്റെ റേഡിയസിലൂടെയാണ് പോണത്. ഈ കർവേച്ചറിന്റെ റേഡിയസിലൂടെയാണ് പോണത്. സോ എന്താണ്? ഈ മാഗ്നറ്റിക് ഫീൽഡ്സിനെ വിളിക്കുന്ന പേരാണ്, മാഗ്നറ്റിക് ഫീൽഡ്സിനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ആണോ? സോ എന്തിനാണ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചിരിക്കുന്നത്? കാര്യം റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ച് നമുക്കറിയാം കോയിൽ ഇങ്ങനെ ചുറ്റി എടുത്തിരിക്കുകയാണ്. ഉണ്ടോ? ഇങ്ങനെ ചുറ്റി എടുത്തിരിക്കുകയാണ് കോയിൽ. സോ കോയിലുമായിട്ട് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാര്യം ടാൻജന്റ് റേഡിയസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? സോ നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്, തൊട്ടു മുന്നേ പഠിച്ചതാണ്. എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ? ഒരു കോയിലുണ്ട്, അതിനെ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവെക്കുകയാണ്. സോ അതിലേക്ക് ആക്ട് ചെയ്ത ടോർക്കിന്റെ ഇക്വേഷൻ ആണ് ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾ പറയും mb sin θ. ഇനി എമ്മിനെ നമുക്ക് മാറ്റാം. എമ്മിനെ കൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ INA NIA B sin θ. സോ എന്താണ് തീറ്റ എന്ന് പറയുന്നത്?
ആ ഈ എമ്മും അതുപോലെ ബിയും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ശരിയാണോ? സോ ഈ ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരെ കൊണ്ട് വെച്ചിരിക്കുന്നത്? റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് വെച്ചിരിക്കുന്നത്. So what is the use of this radial magnetic field? To ensure maximum torque. ടോർക്കിന്റെ വാല്യൂ മാക്സിമം ആക്കണം. സൈൻ തീറ്റന്റെ വാല്യൂ എപ്പോഴും സൈൻ 90 which is equal to 1 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് മാക്സിമം ടോർക്ക് റേഡിയം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെ കൊണ്ട് വെച്ചിരിക്കുന്നത്? റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവച്ചിരിക്കുന്നത്. കാര്യം മക്കളെ മനസ്സിലായോ? സോ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് മനസ്സിലായോ? ഇതാണ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂസ് എന്ന് പറയുന്നത്. ശരി, അടുത്ത എന്താണ്? അടുത്ത ഭാഗം എന്താണ്? അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിലിന്റെ നടുക്ക് ഒത്ത നടുക്കാണെങ്കിൽ എന്തിരിപ്പുണ്ടെന്ന് അറിയാമോ? ഒരു സ്പ്രിംഗ് ഇരിപ്പുണ്ട്. സ്പ്രിംഗ് എന്ത് സ്പ്രിംഗ് ആണ്? സർക്കുലാർ സ്പ്രിംഗ് ആണ് ഇരിക്കുന്നത്. കണ്ടോ, വട്ടത്തിരിക്കുകയാണ്. സാധാരണ സ്പ്രിംഗ് എങ്ങനെ ഇരിക്കുന്നത്? നമ്മളുടെ സാധാരണ ഒരു സ്പ്രിംഗ് എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? സാധാരണ സ്പ്രിംഗ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഈ സ്പ്രിംഗ് എങ്ങനെയാണ്? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സർക്കുലാർ സ്പ്രിംഗ് ആണ്. നിങ്ങൾക്കറിയാം, സാധാരണ സ്പ്രിങ്ങിനെ വലിച്ച് എന്ത് ചെയ്യും? റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. ശരിയാണോ? ഇവിടെ ഫോഴ്സ് ഉണ്ടാവും, വലിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ സർക്കുലാർ റിങ്ങിന് എന്താണ്? തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും? റീസ്റ്റോറിംഗ് ടോർക്കാണ് ഉണ്ടാവുന്നത്. ഇവിടെ ഫോഴ്സ് ആണെങ്കിൽ ഇവിടെ ടോർക്ക് ആയിരിക്കും. മനസ്സിലായോ? ഇത് സർക്കുലാർ സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ്. ഓക്കെ, ഇനി അടുത്ത ഭാഗം എന്താണ്? അടുത്തത് ഒരു സൂചിയുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് പോയിന്റർ. ഇത് വിളിക്കും പോയിന്റർ. ഇനി അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയലാണ്. എന്താണിത്? ഡയലാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അക്കങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, റീഡിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റീഡിംഗ് എഴുതി വെച്ചിരിക്കുന്ന ഡയലാണ്. ഡയലാണ്. സോ ഇതാണ് ഒരു മൂവിംഗ് കോയിൽ ഗാലോമീറ്ററിന്റെ കൺസ്ട്രക്ഷൻ പാർട്ട്. ഞാൻ എന്താണ് കൺസ്ട്രക്ഷൻ പറഞ്ഞ തന്നെയാണ്. സോ എന്താണ് മൂവിംഗ് കോയിലിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ? ബേസിക്കലി ഒരു കോയിലുണ്ട്, അതിന്റെ നടുക്കാണെങ്കിൽ സ്പ്രിംഗ് ഉണ്ട്, ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പോയിന്റർ ഉണ്ട്. സോ ഈ 3 കാര്യങ്ങൾ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെയാണ്? 1 നമ്മളുടെ കോയിൽ, 2 സ്പ്രിങ്, 3 പോയിന്റർ. സോ കോയിൽ തിരിയുമ്പോൾ അതിനോടൊപ്പം തന്നെ ആര് തിരിയും? നമ്മളുടെ ഈ സ്പ്രിങ്ങും അതുപോലെ പോയിന്ററും തിരിയും. സോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഈ കോയിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ തിരിയും? കറണ്ട് കൊടുക്കുന്നതനുസരിച്ച് ആ കോയിൽ തിരിയും, അതുപോലെ അതുമായി ബന്ധപ്പെട്ട സ്പ്രിങ് തിരിയും, അതുപോലെ പോയിന്ററും തിരിയും. സോ കറണ്ട് കൊടുക്കുമ്പോൾ ആര് തിരിയും? പോയിന്റർ തിരിയും. നമുക്ക് വാല്യൂ കിട്ടും. ശരിയാണോ? അതല്ലേ മൂവിംഗ് കോയിൽ ഗാലോമീറ്റർ ചെയ്യേണ്ടത്. ഗാലോമീറ്റർ ചെയ്യേണ്ടത് എന്താണ്? കറണ്ട് കൊടുക്കുമ്പോൾ എത്ര കറണ്ട് ആണെന്നൊരു വാല്യൂ എനിക്ക് വേണം. സോ കറണ്ടിന് അനുസൃതമായിട്ട് എന്ത് ചെയ്യണം? ആര് തിരിയണം? നമ്മുടെ ഈ പോയിന്റർ തിരിയണം. എനിക്ക് അത്രയും മതി. ശരി, സോ എനിക്ക് മനസ്സിലായി ഒരു മൂവിംഗ് കോയിൽ ഗാലോമീറ്റർ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ വൈസ് നമുക്ക് മനസ്സിലായി. ശരിയാണോ? ഇനി ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിൾ ആണ്. When a current carrying coil is placed in an external magnetic field, a torque acting on it. ഇതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ പ്രിൻസിപ്പിൾ എന്താണ്? When a current carrying coil is placed to an external magnetic field, then torque experience അല്ലെങ്കിൽ ആക്ടിങ് ഇവിടെ ആക്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്ടിങ് ഓൺ ദ കോയിൽ. സോ കോയിൽ എന്ത് ചെയ്യും? ടോർക്ക് ആക്ട് ചെയ്യും. സോ വെൻ എ കറണ്ട് ക്യാരിയിങ് കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ദ കോയിൽ എക്സ്പീരിയൻസ് ഓർ ദ ടോർക്ക് ആക്ടിങ് ഓൺ ദി കോയിൽ. ശരിയാണോ? ഇതാണ് ആരുടെ? നമ്മുടെ മൂവിംഗ് കോയിൽ ഗാലോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി, അതുപോലെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയാണെങ്കിൽ എങ്ങനെയാണിത് ആക്ച്വലി വർക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം, ഇവിടെയാണെങ്കിൽ ഈ കോയിലേക്ക് കറണ്ട് കൊടുക്കുന്നതിന് ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ടോർക്ക് ഉണ്ടാവും. ആ ടോർക്ക് ആരാ ഉണ്ടാക്കുന്നേ? നിങ്ങൾ പറയും സാർ, ടോർക്ക് ഉണ്ടാക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. So torque produced by magnetic field, which is equal to magnetic field ഉണ്ടാക്കുന്ന ടോർക്ക് എത്രയാണ്? NIAB sin 90 ആണ് അല്ലേ? കാര്യം റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ sin 90 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? NIAB എന്ന് കിട്ടും. സോ ഈ ടോർക്ക് ആരാ ഉണ്ടാക്കുന്നത്?
നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ടോർക്കാണ് എന്ത്? കറണ്ട് കടത്തി വിടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ടോർക്കാണ് ഇത്. ഇതുമൂലം ആര് തിരിയും? നമ്മുടെ കോയിൽ തിരിയും, സ്പ്രിങ് തിരിയും, അതുപോലെ പോയിന്റർ തിരിയും. സോ സ്പ്രിങ് തിരിയും. ശരിയാണോ? ഒരു സ്പ്രിങ് എടുത്തിട്ട് നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും, അത് തിരിച്ചു വരാൻ നോക്കും. സോ ഇവിടെയാണെങ്കിൽ സ്പ്രിങ് എന്ത് ചെയ്യും? സർക്കുലർ സ്പ്രിങ് ആണ്, അത് തിരിയുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും? അത് തിരിച്ചു വരാൻ നോക്കും. സോ കറണ്ട് ഇല്ലെങ്കിലോ? ഞാനാണെങ്കിൽ കറണ്ട് കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ പോയിന്റർ തിരിഞ്ഞു. പോയിന്റർ എന്ത് ചെയ്തു? തിരിഞ്ഞു. സോ കറണ്ട് എടുത്തു മാറ്റി കഴിഞ്ഞാലോ ഈ പോയിന്റർ തിരിച്ചു വരണ്ടേ? പോയിന്റർ എന്ത് ചെയ്യണം? തിരിച്ചു വരണം. അപ്പൊ തിരിച്ചു വരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ സ്പ്രിങ് സഹായിക്കും. സ്പ്രിങ് എന്ത് ചെയ്യും? അങ്ങോട്ട് പോയപ്പോൾ എന്ത് ചെയ്യും? സ്പ്രിങ് തിരിഞ്ഞായിരുന്നു. സോ കറണ്ട് എടുത്തു മാറ്റുമ്പോൾ എന്ത് ചെയ്യും? ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് മാറ്റുമ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള റീസ്റ്റോറിംഗ് ടോർക്ക് മൂലമാണ് എന്ത് ചെയ്യും? നമ്മളുടെ ഈ പോയിന്റർ തിരിച്ചു വരും. മനസ്സിലായോ? സോ കറണ്ട് ഉള്ളപ്പോ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് മൂലമാണെങ്കിൽ ടോർക്ക് ആക്ട് ചെയ്യും, ഇത് തിരിയും. കറണ്ട് എടുത്തു മാറ്റുമ്പോൾ സ്പ്രിങ് എന്ത് ചെയ്യും? അതിനകത്ത് റീസ്റ്റോർ ചെയ്തിരിക്കുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് ഉപയോഗിച്ച് നമ്മുടെ പോയിന്ററിനെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരും. സോ ടോർക്ക് റീസ്റ്റോറിംഗ് നമുക്കറിയാം. ഒരു സ്പ്രിങ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും, തിരികെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു kx ആണ്. പക്ഷെ ഇവിടെ സ്പ്രിങ് ആണ്. സ്പ്രിംഗിലാണെങ്കിൽ പറയേണ്ടത് ടോർക്കാണ്. റീസ്റ്റോറിംഗ് ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് പകരം എന്ത് പറയണം? ടോർക്ക് എന്ന് പറയണം. സോ കെ ഞാൻ അതുപോലെ എഴുതി, സ്പ്രിംഗ് കോൺസ്റ്റന്റ് അതുപോലെ എഴുതി. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, പക്ഷെ ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ശരിയാണോ? സോ ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു കെ തീറ്റ എന്ന് പറയും. സോ റീസ്റ്റോറിംഗ് ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും കെ തീറ്റ. തീറ്റ എന്താണ്? ഡിഫ്ലക്ഷൻ ആണ്. സോ എത്രയാണോ നമ്മളുടെ കോയിൽ തിരിഞ്ഞത് അത്രയും തന്നെ സ്പ്രിങ്ങും തിരിഞ്ഞു കാണും, അത്രയും തന്നെ സ്പ്രിങ് മടങ്ങിക്കൊണ്ടുവരണം. ശരിയാണോ? സോ റീസ്റ്റോറിംഗ് ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു കെ തീറ്റ. സോ അപ്ലൈഡ് ടോർക്ക് എത്രയാണ്? ഇതാണ് അപ്ലൈഡ് ടോർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആർക്ക് ഈക്വൽ ആവണം? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, പക്ഷെ മാഗ്നിറ്റ്യൂഡ് ആർക്ക് ഈക്വൽ ആവണം? റീസ്റ്റോറിംഗ് ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. സോ എത്രയാണോ നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചത് അത്രയും തന്നെ ആരും തിരിക്കും? നമ്മളുടെ കറണ്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രിങ്ങും തിരിച്ച് നമ്മുടെ പോയിന്റിനെ പഴയ സീറോയിലേക്ക് കൊണ്ടെത്തിക്കും. സോ അങ്ങനെയെങ്കിൽ പറഞ്ഞേ ഇവിടെ NIAB ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്? കെ തീറ്റയാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ കെ ഇവിടെ കൊണ്ടുവരാം. സോ നമുക്ക് കിട്ടും ബാൻ ബൈ കെ ഇൻറ്റു ഐ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് കിട്ടും. നോക്കുന്ന അറേഞ്ച് ചെയ്തിരിക്കുവാണ്. ബാൻ ബൈ കെ ഇൻറ്റു ഐ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ. മക്കളെ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഒരു ഗാൽവനോമീറ്ററിനെ സംബന്ധിച്ച് അതിനകത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതുപോലെയാണെങ്കിൽ ഏരിയ, ഈ കോയിലിന്റെ ഏരിയ അതൊരു കോൺസ്റ്റന്റ് ആണ്. നമ്പർ ഓഫ് ടേൺസ്, കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് അതൊരു കോൺസ്റ്റന്റ് ആണ്. കെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അതൊരു കോൺസ്റ്റന്റ് ആണ്. സോ ഗാൽവനോമീറ്ററിനെ സംബന്ധിച്ച് ഇത്രയും ആൾക്കാർ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ കോൺസ്റ്റന്റ്സിനെ വിളിക്കുന്ന പേരാണ് ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് പറയാം കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ. സോ എത്ര കറണ്ട് ആണോ കൊടുക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി ആര് ഡിഫ്ലക്ട് ചെയ്യും? നമ്മുടെ ഈ പോയിന്റ് ഡിഫ്ലക്ട് ചെയ്യും. അതാണ് നമുക്ക് വേണ്ടുന്നതും. സോ കൊടുക്കുന്ന കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഡിഫ്ലക്ഷനും കൂടണം, കൊടുക്കുന്ന കറണ്ട് കുറവാണെങ്കിൽ ഡിഫ്ലക്ഷനും കുറയണം. സോ നമുക്ക് എന്ത് ചെയ്യാം? റീഡിങ് കിട്ടും. സോ ഇങ്ങനെയാണ് ഗാൽവനോമീറ്റർ വർക്ക് ചെയ്യുന്നത്. സോ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. ഇത്രയും കാര്യം മനസ്സിലായ മക്കളെ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. ഇനി നോക്കാം, ഒരു ഗാൽവനോമീറ്ററിനാണെങ്കിൽ കൺസ്ട്രക്ഷൻ സമയത്ത്, ഒരു ഗാൽവനോമീറ്റർ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോണത്. നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം. ഗാൽവനോമീറ്റർ ഇക്വേഷൻ എന്താണ്? ബാൻ ബൈ കെ ഇൻറ്റു ഐ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ. ഇതാണ് ഗാൽവനോമീറ്ററിന്റെ ഇക്വേഷൻ. ഞാനാണെങ്കിൽ ഈ ഐ ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. സോ നമുക്ക് കിട്ടും ബാൻ ബൈ കെ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡ് ബൈ ഐ. ഇതിനെ വിളിക്കുന്ന പേരാണ്
കറണ്ട് സെൻസിറ്റിവിറ്റി കറണ്ട് സെൻസിറ്റിവിറ്റി. കറണ്ട് സെൻസിറ്റിവിറ്റി. സോ എന്താണ് കറണ്ട് സെൻസിറ്റിവിറ്റി? ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഇവൻ വളരെ സെൻസിറ്റീവാണ്. എന്നുവെച്ചാൽ എന്താണ്, ഞാൻ ചെറിയ കറണ്ട് കൊടുക്കാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനാണെങ്കിൽ 0 മുതൽ ഒരു 2 മില്ലി ആംപിയർ വരെ കൊടുക്കാൻ പോവുകയാണ്. വളരെ ചെറിയ കറണ്ട് കൊടുക്കാൻ പോവുകയാണ്. 0 മുതൽ 2 മില്ലി ആംപിയറുള്ള ചെറിയ കറണ്ട് കൊടുക്കാൻ പോവുകയാണ്. സോ 2 മില്ലി ആംപിയർ കൊടുക്കുമ്പോഴേ ഇത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. ഉണ്ടോ? 2 മില്ലി ആംപിയർ കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? 2 മില്ലി ആംപിയർ. ഇത് 0. സോ 2 മില്ലി ആംപിയർ കൊടുത്തപ്പോഴത്തേക്ക് ഗാൽവനോമീറ്റർ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിച്ചു. അതായത് ഒരു ചെറിയ കറണ്ട് കൊടുക്കുമ്പോഴേ അത് വലിയ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? അത് നല്ലതാണോ? ഒരു കണക്കിന് നല്ലതാണ്. കാരണം എന്താണ്, എനിക്ക് ചെറിയ കറണ്ടിനെ അളക്കാൻ കഴിയും. കേട്ടോ, വളരെ പ്രിസിസീവായ ചെറിയ കറണ്ടിനെ മെഷർ ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, എനിക്കാണെങ്കിൽ ഒരു 0.5 മില്ലി ആംപിയർ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? മെഷർ ചെയ്യാൻ കഴിയും. കണ്ടോ, 0.5 മില്ലി ആംപിയറിനെ പോലും എനിക്ക് മെഷർ ചെയ്യാൻ കഴിയും. വളരെ പ്രിസിസീവായ വാല്യൂസ് കണ്ടുപിടിക്കാൻ കഴിയും. കാരണം എന്താണ്, ഇത് വളരെ സെൻസിറ്റീവ് ആണ്. സോ കറണ്ട് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് ഈക്വൽ ആണ്. സോ മാഗ്നിറ്റ്യൂഡ് വൈസ് രണ്ടും സെയിം തന്നെയാണ്. ശരിയാണോ? കറണ്ട് സെൻസിറ്റീവ് ഈസ് ഈക്വൽ ടു ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ്. മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആണ്. ഓക്കെ, ഇനി നോക്ക്. അപ്പൊ സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിഫ്ലക്ഷനെ പോലും ചെറിയ കറണ്ട് കൊടുത്താലും വലിയ രീതിയിൽ എന്ത് ചെയ്യും മക്കളെ? അത് ഡിഫ്ലക്ട് ചെയ്യും. ചെറിയ കറണ്ട് കൊടുത്താലും ഒരു വലിയ രീതിയിൽ ഡിഫ്ലക്ട് ചെയ്യും. അതായത് വളരെ പ്രിസിഷൻ കൂടുതലാണ്. ഇനി ഇതുകൊണ്ട് ദോഷമുണ്ടോ? ദോഷവുമുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്കാണെങ്കിൽ 2 മില്ലി ആംപിയർ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. ഒരിക്കലും എനിക്കാണെങ്കിൽ ഒരു 3 മില്ലി ആംപിയർ അളക്കാൻ പറ്റുമോ? ഇല്ല. ഇതുവഴി 3 മില്ലി ആംപിയർ അളക്കാൻ കഴിയത്തില്ല. കാര്യം 2 മില്ലി ആംപിയർ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മൂവ് ചെയ്യുമോ? ഇല്ല. ഇനി അങ്ങോട്ട് മൂവ് ചെയ്യുമോ? ഇല്ല. സോ 2 മില്ലി ആംപിയറിൽ ഫുൾ ഡിഫ്ലക്ഷൻ കാണിച്ചെങ്കിൽ അതിന്റെ റേഞ്ച് 3 മില്ലി ആംപിയർ ആക്കാൻ പറ്റുമോ? ഇല്ല. അതായത് അത് വലിയ കറണ്ടിനെ മെഷർ ചെയ്യുമോ? ഇല്ല. അതായത് സെൻസിറ്റിവിറ്റി കൂടുന്നെങ്കിൽ ആര് കുറഞ്ഞു പോവും? റേഞ്ച് കുറഞ്ഞു പോകും. അപ്പൊ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നല്ലതാണ്. വളരെ പ്രിസിസീവായ മെഷർമെന്റ് പോലും കിട്ടും. പക്ഷേ ആര് കുറഞ്ഞു പോകും? വലിയ റീഡിംഗ് ഒന്നും അളക്കാൻ കഴിയത്തില്ല. ആ ചെറിയ റീഡിങ്ങിൽ അവിടെ ഒതുങ്ങിപ്പോകും. മനസ്സിലായോ? റേഞ്ച് കുറഞ്ഞു പോകും. അപ്പൊ റേഞ്ച് എങ്ങനെ കൂട്ടാൻ കഴിയും? റേഞ്ച് കൂട്ടണമെങ്കിൽ കറണ്ട് സെൻസിറ്റിവിറ്റി കുറയ്ക്കണം. സോ ഗാൽവനോമീറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ആ മാനുഫാക്ചർ തീരുമാനിക്കും അത് എത്ര റേഞ്ചിൽ വേണം. സോ എനിക്ക് റേഞ്ച് ആണോ കൂട്ടേണ്ടത്? അപ്പൊ ആരെ കുറയ്ക്കണം? കറണ്ട് സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യണം? കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കുന്നേ? നമ്മൾ എന്ത് ചെയ്യണം? BA കുറയ്ക്കണം. സോ നമുക്കൊന്ന് മാറ്റി എഴുതാം. കറണ്ട് സെൻസിറ്റിവിറ്റി ബാൻ ബൈ K which is equal to കറണ്ട് സെൻസിറ്റിവിറ്റി. എന്താണ്? ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട്. ഒരു യൂണിറ്റ് കറണ്ടിലെ ഡിഫ്ലക്ഷനെ വിളിക്കുന്ന പേരാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. സോ കറണ്ട് സെൻസിറ്റിവിറ്റി, എനിക്ക് കറണ്ട് സെൻസിറ്റിവിറ്റി ഉയർത്തണം, അപ്പൊ റേഞ്ച് കുറയ്ക്കണം. ശരിയാണോ? കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടണം. അതിന്റെ മീനിങ് എന്താണ്? എനിക്ക് റേഞ്ചിനെ കുറയ്ക്കണം. അതെങ്ങനെ കുറയ്ക്കാൻ കഴിയും? ഇതെങ്ങനെ കുറയ്ക്കാൻ കഴിയുന്നേ? നിങ്ങൾ പറയും സാർ, ഇത് കൂട്ടണമെങ്കിൽ, കറണ്ട് സെൻസിറ്റിവിറ്റി കൂട്ടണമെങ്കിൽ വലിയ മാഗ്നറ്റ് യൂസ് ചെയ്യണം, വലിയ ഏരിയ വേണം, കൂടുതൽ നമ്പർ ഓഫ് ടേൺസ് വേണം, അതുപോലെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ത് ചെയ്യണം? കുറയണം. അപ്പൊ എന്ത് ചെയ്യും? റേഞ്ച് കുറയും, അതുപോലെ സെൻസിറ്റിവിറ്റി കൂടും. ഇനി തിരിച്ചാണെങ്കിലോ? തിരിച്ചു പറയണം. റേഞ്ച് കൂട്ടണം, എനിക്ക് വലിയ റേഞ്ച് അളക്കണം, എനിക്ക് സെൻസിറ്റിവിറ്റി അല്ല വേണ്ടുന്നത്, പ്രിസിഷൻ അല്ല വേണ്ടുന്നത്, എനിക്ക് വലിയ കറണ്ടിനെ മെഷർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ? ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യണം? തലതിരിച്ച് പറയണം. BA കുറയ്ക്കണം, A കുറയ്ക്കണം, N കുറയ്ക്കണം, K കൂട്ടണം എന്ന് പറയണം. ഓക്കെ ആണോ? ഈ കാര്യം മനസ്സിലായോ? കറണ്ട് സെൻസിറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലായോ? ശരി. ഇനി ഇതുപോലുള്ള മറ്റൊരു ടേം ഉണ്ട്, അതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഇതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി
വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്തായിരിക്കും? ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ്. സോ ഒരു യൂണിറ്റ് വോൾട്ട് കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ കോയിലാണ്, ഇത് പോയിന്ററാണ്. ഇവിടെയാണെങ്കിൽ നമ്മൾ ഒരു യൂണിറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ വി എന്ന ഒരു യൂണിറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്തുമാത്രം ഡിഫ്ലക്ട് ചെയ്തു? മനസ്സിലായോ? എത്ര ഡിഫ്ലക്ട് ചെയ്തു? ഇതിനെ വിളിക്കുന്ന പേരാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. നമുക്കറിയാം കറണ്ട് സെൻസിറ്റിവിറ്റി എന്താണ്? ബാൻ ബൈ കെ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ബൈ ഐ ആണ്. കറണ്ട് സെൻസിറ്റിവിറ്റി ആണ് അല്ലേ? കറണ്ട് സെൻസിറ്റിവിറ്റി ആണ്. ഇനിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ തീറ്റ അതുപോലെ വേണം, പക്ഷെ ഇവിടെ വി വേണം, കറണ്ടിന് പകരം വേണം വോൾട്ടേജ് വേണം, എന്നാലേ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കിട്ടുകയുള്ളൂ. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? രണ്ട് ഭാഗത്തും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ, റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. സോ ഐ ഇൻറ്റു ആർ എന്ത് കിട്ടും മക്കളെ? വോൾട്ടേജ് കിട്ടും. ഇത് കിട്ടും, വോൾട്ടേജ് കിട്ടും. സോ ബാൻ ബൈ കെ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡ് ബൈ വി എന്ന് കിട്ടും. ഇവിടെ ആർ ഉണ്ട് അല്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു യൂണിറ്റ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എന്തുമാത്രം ഡിഫ്ലക്ട് ചെയ്യും. മനസ്സിലായോ? സോ ഇവിടെയും സെൻസിറ്റിവിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വളരെ പ്രിസിസീവായ ഇൻസ്ട്രുമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? പക്ഷേ മെഷർമെന്റ് നമുക്ക് അളക്കാൻ കഴിയും. വളരെ പ്രിസിസീവായ മെഷർമെന്റ്സിനെ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. പക്ഷേ ആര് കുറഞ്ഞു പോകും? റേഞ്ച് കുറഞ്ഞു പോകും. സോ റേഞ്ച് കൂട്ടണമെങ്കിൽ, റേഞ്ച് ഉയർത്തണമെങ്കിൽ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യണം? കുറയ്ക്കണം. അതുപോലെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്നാലേ റേഞ്ച് കൂടുകയുള്ളൂ. അല്ല, സെൻസിറ്റീവ് ആണോ വേണ്ടുന്നത്? അപ്പം ചെറിയ വാല്യൂവിൽ വലിയ ഡിഫ്ലക്ഷൻ വേണോ? പ്രിസിഷൻ വേണമോ? അപ്പൊ എന്ത് ചെയ്യണം? റേഞ്ചിനെ കുറയ്ക്കണം. അഥവാ കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യണം? ഉയർത്തണം. മനസ്സിലായോ? സോ ആക്ച്വലി എന്തിനാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്? ഗാൽവനോമീറ്ററിന് 2 പർപ്പസ് ഉണ്ട്. ചെറിയ വോൾട്ടേജും ചെറിയ കറണ്ടും മെഷർ ചെയ്യാനാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. എന്താണ്? ചെറിയ വോൾട്ടേജോ ചെറിയ കറണ്ടോ മെഷർ ചെയ്യാനാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യം മനസ്സിലായോ? ഇനിയാണെങ്കിൽ എനിക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഉയർത്താൻ പോവുകയാണ് ഞാൻ. എനിക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഇക്വേഷൻ എന്താണ്? ബാൻ ബൈ കെ ഇൻറ്റു ആർ. ഇതിനെ വിളിക്കുന്ന പേരാണ് തീറ്റ ബൈ വി അഥവാ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. എനിക്ക് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യണം മക്കളെ? ഉയർത്തണം. എങ്ങനെ ഉയർത്തും? നിങ്ങൾ പറയും സാർ സിമ്പിൾ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഒന്നുകിൽ ബി എ കൂട്ടണം, അല്ലെങ്കിൽ എ അത് കൂട്ടണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യണം? കൂട്ടണം. മക്കളെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ സംഭവിക്കുമ്പോടാ, നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് ആരും കൂടും? നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസും കൂടും. ശരിയാണോ? ഈ കോയിലിന്റെ റെസിസ്റ്റൻസും കൂടും. നീളം കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. അതായത് നമ്പർ ഓഫ് ടേൺസ് 2 ടൈംസ് ആണെങ്കിൽ റെസിസ്റ്റൻസും 2 ടൈംസ് ആയിട്ട് മാറും. സോ ഇവിടെയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഞാൻ 2 ടൈംസ് ആക്കിയാൽ റെസിസ്റ്റൻസും 2 ടൈംസ് ആകും. അപ്പോൾ അതെന്തും ക്യാൻസൽ ചെയ്യും, 2 × 2 ക്യാൻസൽ ആവും, പഴയ കണക്ക് തന്നെ വരും. സോ അതുകൊണ്ട് ആർക്ക് യാതൊരു മാറ്റം ഉണ്ടാവുകയില്ല. നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിക്ക് യാതൊരു മാറ്റം ഉണ്ടാകുകയില്ല, കാരണം ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ കറണ്ട് സെൻസിറ്റിവിറ്റി ആണെങ്കിലോ? കറണ്ട് സെൻസിറ്റീവ് ആണെങ്കിൽ ബാൻ ബൈ കെ വിച്ച് ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡ് ബൈ ഐ ആണ്. നമ്പർ ഓഫ് ടേൺസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടും. കണ്ടോ? നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ കറണ്ട് സെൻസിറ്റിവിറ്റി കൂടും. പക്ഷേ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ ആരും കൂടും? ഇവിടെ റെസിസ്റ്റൻസും കൂടും. അതുകൊണ്ട് ആർക്ക് യാതൊരു മാറ്റവുമില്ല, നമ്മുടെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. കാര്യം മനസ്സിലായോ? സോ ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആ നമ്പർ ഓഫ് ടേൺസ് ഉയർത്താൻ പറ്റുകയില്ല. പിന്നെ എന്ത് ചെയ്യണം? കെയിന്റെ വാല്യൂ കുറയ്ക്കാം, നമുക്ക് ആറിന്റെ വാല്യൂ കുറയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യും? സെൻസിറ്റിവിറ്റി നമുക്ക് കൂടിക്കിട്ടും. അപ്പോൾ റേഞ്ചിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ഗാൽവനോമീറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് മാനുഫാക്ചർ തീരുമാനിക്കുകയാണ് റേഞ്ച് കുറയ്ക്കണമെങ്കിൽ സെൻസിറ്റിവിറ്റി ഉയർത്തണം. ഇങ്ങനെയാണ് സെൻസിറ്റിവിറ്റി ഉയർത്തുന്നത്. ശ്രദ്ധിക്കണം, നമ്പർ ഓഫ് ടേൺസുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ആർക്കാണ്? വോൾട്ടേജ് സെൻസിറ്റിവിറ്റിക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ കറണ്ട് സെൻസിറ്റിവിറ്റി ഉയരും. ഓക്കെ ആണോ?
സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഗാൽവനോമീറ്ററിന്റെ ഒരു ബെറ്റർ ഐഡിയ കിട്ടി. ഗാൽവനോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഗാൽവനോമീറ്റർ കോൺസ്റ്റന്റ് എന്താണ്, കറണ്ട് സെൻസിറ്റിവിറ്റി എന്താണ്, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്താണ്, അത് എങ്ങനെയാണ് റേഞ്ചുമായി ഡിപ്പെൻഡ് ചെയ്യുന്നത് തുടങ്ങിയ എൻറ്റയർ കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ടോപ്പിക്കിൽ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.